ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാല ഗ്രേവി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കടായി ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു വലിയൊരു സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിലോ ഒക്കെ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വലിയൊരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ഏകദേശം ഒരു പകുതി വഴന്ന് വരുമ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഞാൻ വളരെ ചെറുതായിട്ടാണ് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വഴന്ന് ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം വേണം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുമാതിരി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല പോലെ ഇളക്കി എല്ലാ പൊടിയും ആ ഉള്ളിയുടെ ആ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇനി ഈ സമയത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തൊന്ന് സോഫ്റ്റായിട്ട് വരണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വെറും 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടുള്ള വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആ വെള്ളമെല്ലാം വറ്റി ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ സമയത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അധിക സമയമൊന്നും വേണ്ട. ഒരു 1.5-2 മിനിറ്റ് കൊണ്ട് തന്നെ ആ കറിയിലെ വെള്ളമെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒരു കുറുകിയ പരുവത്തിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഷ്റൂമിൻ്റെ പീസസ് എല്ലാം നമുക്ക് ആ ഗ്രേവിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം മഷ്റൂം ചേർത്ത് കൊടുക്കാൻ. മഷ്റൂം വളരെ സ്പോഞ്ചിയാണല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാത്രമല്ല അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതുപോലെ നല്ല പോലെ ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ച് 1 മിനിറ്റ് 2 മിനിറ്റ് നേരം 1-2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ ആ മഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളം ഉണ്ടാവും. ആ വെള്ളവും കൂടെ ആകുമ്പോൾ ആവിയിൽ ആ കറി നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് കൂട്ടി വെച്ച് ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അതൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇപ്പോഴേക്കും ആ ഗ്രേവി എല്ലാം ഒന്നുകൂടെ കൂടി വന്നിട്ടുണ്ട്. ആ മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നല്ല കുറുകിയ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഇവിടെ ഒരു കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് മുളക്, എരിവ്, അതുപോലെ ഉപ്പ് എല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കറിയായിട്ട് ഉപയോഗിച്ച് കൊടുക്കാം. ഞാൻ ഇതിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങയിലേക്ക് ഒരു 5 കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തീരെ തരിയില്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് എരിവ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ കളറും ആ മുളകിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ക്രീമി ടെക്സ്ചറും കൂടെ കറിക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ തേങ്ങയും കശുവണ്ടിയും കൂടെ അരച്ചതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം വളരെ ലോ ആക്കി വെക്കണം കേട്ടോ. കറി വല്ലാതെ തിളച്ച് പോകരുത്. അപ്പോൾ ഇവിടെ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാല ഗ്രേവി കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അധികം സമയമൊന്നും ഇതിനാവശ്യമില്ല. മാത്രമല്ല ചപ്പാത്തി, പൊറോട്ട, അപ്പം ഇതിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തയ്യാറാക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.